നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. കേരള വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം നഗരത്തിൽ വൻ തീപിടുത്തം. PMGയിൽ പ്രവർത്തിക്കുന്ന TVS സ്കൂട്ടർ ഷോറൂമിലാണ് തീപിടുത്തം ഉണ്ടായത്. 10 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയതെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പുലർച്ചെ 4 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിന്റെ മുകൾ നിലയുടെ പിൻഭാഗത്ത് നിന്ന് വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയും പിന്നാലെ തീ പടരുകയുമായിരുന്നുവെന്ന് സുരക്ഷാ ജീവനക്കാർ പറഞ്ഞു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിൽപ്പനയ്ക്കുള്ള വാഹനങ്ങളും സർവീസിനായി എത്തിച്ച വാഹനങ്ങളും സ്പെയർ പാർട്സും അടക്കമുള്ളവ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലത്താണ് തീ പടർന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് ബലിപ്പെരുന്നാൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം. മഴ പ്രതീക്ഷിക്കുന്നതിനാൽ ചിലയിടങ്ങളിൽ ഈദ്ഗാഹുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം പാളയം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ രാവിലെ 7:30 ഈദ് നമസ്കാരവും ഖുത്ബയും നടന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്റെ കയ്യിൽ പണമില്ലാത്തതിനാൽ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഫേസ്ബുക്കിൽ വീഡിയോയുമായി PV അൻവർ. എത്രയോ കോടി രൂപയുടെ സ്വത്ത് തനിക്കുണ്ട്, പക്ഷേ 1 സെന്റ് ഭൂമി പോലും വിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എല്ലാം മുച്ചഭൂമി എന്ന് പറഞ്ഞ് കേസെടുത്തതിനാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. മത്സരിക്കാൻ ഉദ്ദേശിക്കാത്തതിനാൽ തെരഞ്ഞെടുപ്പിനുള്ള മുൻ കരുതലുകൾ നടത്തിയിരുന്നില്ല. നിലമ്പൂരിലെ വോട്ടർമാർ മാനസിക പിന്തുണ എന്ന നിലയിൽ 10 രൂപ അതല്ലെങ്കിൽ 1 രൂപയെങ്കിലും തനിക്ക് നൽകണം എന്ന് PV അൻവർ അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ രാഷ്ട്രപതിയോട് ഐക്യം കൽപ്പിച്ച് പിണറായി സർക്കാർ. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ ചിത്രങ്ങളിൽ നിന്ന് രാഷ്ട്രപതിയെ ഒഴിവാക്കിയാണ് സർക്കാരിന്റെ അവഗണന. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി സ്ഥാനമൊഴിഞ്ഞതിനു ശേഷം വന്ന രാംനാഥ് കോവിന്ദിന്റെയും ദ്രൗപദി മുർമുവിന്റെയും ചിത്രങ്ങൾ സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. സർക്കാർ നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ നടൻ ഷൈൻ ടോം ചാക്കോയെയും അമ്മ മരിയയെയും വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഇരുവരെയും ഇന്നലെ രാത്രിയോടെയാണ് പ്രത്യേക ആംബുലൻസിൽ സേലത്ത് നിന്ന് നാട്ടിൽ എത്തിച്ചത്. ഷൈനിന്റെ ഇടതുകൈക്ക് പൊട്ടലുണ്ടെന്നാണ് വിവരം. ഷൈനിന്റെ പിതാവ് CP ചാക്കോയുടെ മൃതദേഹം വിദേശത്തുള്ള പെൺമക്കൾ കൂടി നാട്ടിൽ എത്തിയ ശേഷമാകും സംസ്കാരമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കം എത്താനിരിക്കെ സുരക്ഷാ കരുതലുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കൂടുതൽ നിർദ്ദേശങ്ങളുമായി ദേവസ്വം ബോർഡ്. വൈദ്യുതി വിഭാഗത്തിന്റെ ഓഡിറ്റ് ഉൾപ്പെടെ നടത്തി അപകട സാധ്യത ഒഴിവാക്കണമെന്ന നിർദ്ദേശം ശബരിമല മാസ്റ്റർ പ്ലാൻ ഹൈപ്പവർ കമ്മിറ്റിക്ക് സമർപ്പിച്ചു. കഴിഞ്ഞ മാസം തെലങ്കാനയിൽ നിന്നെത്തിയ തീർത്ഥാടക ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ കുടിവെള്ള കിയോസ്കിന് സമീപത്ത് നിന്ന് ഷോക്കേറ്റു മരിച്ചിരുന്നു. വിശദമായ പരിശോധന നടത്തി വൈദ്യുത ചോർച്ച കണ്ടെത്തിയിരുന്നു. ഇത്തരം അപകടങ്ങൾ കൂടി ഒഴിവാക്കുന്നതിനാണ് വൈദ്യുത വിഭാഗത്തിന്റെ ഓഡിറ്റ് നടത്താൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം. കോട്ടപ്പാടത്തെ തെരുവുനായ ആക്രമണത്തിൽ 4 പേർക്ക് കടിയേറ്റു, ഒരാൾക്ക് സാരമായ പരിക്കേറ്റു. അരിയൂർ പടവിൽ കുളമ്പിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 4:30യോടെയാണ് സംഭവം. ഇക്കഴിഞ്ഞ 2-ന് ഭാര്യ കൈതവളപ്പിൽ രേഖയും ഭാര്യാമാതാവ് മണിയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രേംകുമാർ ഇപ്പോഴും കാണാമറയത്ത്. എന്നാൽ പ്രതിയെ കണ്ടതായി പലയിടങ്ങളിൽ നിന്ന് പോലീസിന് ഫോൺ കോളുകൾ വരുന്നുണ്ട്. പ്രേംകുമാറിനെ എറണാകുളത്ത് കണ്ടു എന്ന വിവരം ചിലർ അന്വേഷണ സംഘത്തെ അറിയിച്ചതായും സൂചനയുണ്ട്. അവിടെ നേരത്തെ ഇയാൾ ജോലി ചെയ്ത സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. MBA യോഗ്യതയുള്ള പ്രേംകുമാർ മലയാളം, ഇംഗ്ലീഷ് ഉൾപ്പെടെ വിവിധ ഭാഷകളും അറിയുന്ന ആളാണെന്നാണ് നിഗമനം. നേരത്തെ ക്രൂരകൃത്യം നടത്തി പരിചയമുള്ള ഇയാൾ പഴുതുകൾ അടയ്ക്കാൻ ആദ്യഘട്ടം മുതലേ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് ആയുധം നൽകുന്നത് ഇന്ത്യ ഉടൻ നിർത്തണമെന്ന് മോദി സർക്കാരിനോട് ആവശ്യപ്പെട്ട് CPM. മുഴുവൻ ബന്ധവും സൈനിക സഹായവും ഇന്ത്യ അവസാനിപ്പിക്കണമെന്നും MA ബേബി പറഞ്ഞു. പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നുവെന്നും CPM കേന്ദ്ര കമ്മിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി. തണ്ണീർത്തടം നികത്തി ദേശീയപാത പണിയുന്നതിനെതിരെ കീഴാറ്റൂരിൽ വയൽക്കിളികൾ ചൂണ്ടിക്കാട്ടിയ അപകടങ്ങൾ ഒന്നൊന്നായി യാഥാർത്ഥ്യമാവുകയാണ്. വികസനം നാടിന്റെ നാശത്തിനാവരുതെന്നാണ് വയൽക്കിളികൾ അന്ന് പറഞ്ഞത്. കീഴാറ്റൂർ വയലിലൂടെ റോഡ് നിർമ്മിക്കുമ്പോൾ ഒഴുക്കിന് തടസ്സമുണ്ടാവാതിരിക്കാൻ പാലങ്ങളും ബോക്സുകളും വയഡക്റ്റുകളുമെല്ലാം വേണമെന്ന് കേന്ദ്രം വനപരിസ്ഥിതി മന്ത്രാലയം പഠനത്തിന് നിയോഗിച്ച സംഘവും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇവിടെ ചെറിയ കലുങ്കുകൾ മാത്രമാണ് പണിതത്. കീഴാറ്റൂർ വയലിൽ ടാറിംഗ് പൂർത്തിയായത് 1 കിലോമീറ്ററിലാണ്. ഇതിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. റോഡിന്റെ അരികും ഇടിഞ്ഞിട്ടുണ്ട്. പട്ടയഭൂമിയിലെ 1500 ചതുരശ്ര അടി വരെയുള്ള വീട്, കടമുറി തുടങ്ങിയവ ഫീസില്ലാതെ ക്രമപ്പെടുത്താൻ റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ ഭൂപതിവ് ചട്ട ഭേദഗതിയുടെ കരട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം അംഗീകരിച്ചു. കൃഷിക്കായി പതിച്ചു നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച വീടുകളും ക്രമപ്പെടുത്തും. കോഴിക്കോട് കൊളങ്ങരപ്പീടിയയിൽ പേപ്പർ അവശിഷ്ടം സൂക്ഷിച്ച കടയ്ക്ക് തീപിടിച്ചു. ഇക്കോ പേപ്പേഴ്സ് ആൻഡ് സ്ക്രാപ്പ് എന്ന സ്ഥാപനത്തിന്റെ ഷെഡിലാണ് തീ പടർന്നത്. ഷെഡ് പൂർണ്ണമായും കത്തിനശിച്ചു. കെട്ടിടത്തിനും കേടുപാടുകളുണ്ടായി. ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയും കഥകൾ മെനഞ്ഞും വിവിധ ജില്ലകളിലായി 10 പേരെ വിവാഹം കഴിച്ചു മുങ്ങിയ യുവതി കുടുങ്ങി. എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയും 2 വയസ്സുള്ള കുട്ടിയുടെ മാതാവുമായ രേഷ്മയാണ് അടുത്ത വിവാഹത്തിന് തൊട്ടുമുമ്പ് കുടുങ്ങിയത്. പ്രതിശ്രുതപരനായ പഞ്ചായത്ത് അംഗവും ബന്ധുവും ചേർന്നാണ് തട്ടിപ്പ് വെളിച്ചത്ത് കൊണ്ടുവന്നത്.
വിവാഹത്തിനായി ഒരുങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ ആര്യനാട് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം.